തീവ്രവാദികളെയും നക്സലൈറ്റുകളെയും ഉന്മൂലനം ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ച കുറച്ച് കമാൻഡോസ്. ഇവർ പുതിയൊരു മിഷന്റെ ഭാഗമായി ഒരു കാട്ടിലെത്തുകയാണ്. പക്ഷേ ആ കൊടുങ്കാട്ടിൽ ഇവർക്ക് ഭീഷണിയായത് തീവ്രവാദികളോ നക്സലൈറ്റുകളോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ആ കാട്ടിനുള്ളിൽ ക്രൂരവും അതിഭീകരവുമായ സംഭവങ്ങളെയായിരുന്നു ആ പട്ടാളക്കാർക്ക് പിന്നീട് നേരിടേണ്ടി വരുന്നത്. അത്രയ്ക്കും ഭീകരമായ എന്ത് പ്രശ്നമാണ് ആ കാട്ടിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത്? പിന്നീട് അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ? അതോ ആ കൊടുങ്കാട്ടിൽ എല്ലാവരും മരിച്ചു വീഴുമോ? 1987 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ പ്രിഡേറ്റർ എന്ന ചിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആക്ഷൻ ത്രില്ലർ രംഗങ്ങൾക്ക് പുറമെ അമാനുഷിക ശരീരത്തിനുടമയായ അർണോൾഡ് ഷ്വാസ്നഗറിന്റെ സാന്നിധ്യവും കൂടിയായപ്പോൾ ചിത്രം മലയാളികളുടെ ഇടയിലും വലിയൊരു തരംഗമായി മാറി. ആദ്യം മുതൽ അവസാനം വരെ ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല ത്രില്ലർ രംഗങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. കൂടാതെ വളരെ മാരകമായ കൊലപാതക സീനുകളും ചിത്രത്തിലുണ്ടെന്ന് ധൈര്യമില്ലാത്തവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ മൂവി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഇനേബിൾ ചെയ്യുക. എന്നാൽ നേരെ ചിത്രത്തിൻ്റെ കഥയിലേക്ക് പോകാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആകാശത്തിലൂടെ ഒരു സ്പൈ ഷിപ്പ് വരുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അതിൽ നിന്നും ഒരു ചെറിയ ഭാഗം ഭൂമിയിൽ വന്ന് പതിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു കാട്ടിനുള്ളിലെ മിലിറ്ററി ക്യാമ്പിലേക്ക് കുറച്ച് പട്ടാൾക്കാർ ഒരു ഹെലികോപ്റ്ററിൽ വരുന്നതാണ്. ഇവിടെയാണ് മിലിറ്ററി മേജറായ നമ്മുടെ നായകൻ അർണോൾഡിൻ്റെ എൻട്രി. ഡച്ച് എന്നാണ് ഈ സിനിമയിൽ അർണോൾഡിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഡച്ചും സംഘവും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തോ വളരെ അപകടം പിടിച്ചൊരു മിഷന് വേണ്ടിയാണെന്നും അവരുടെ ആ അമാനുഷികമായ സംഘത്തെ കാണുമ്പോൾ തന്നെ പ്രകടമാണ്. അങ്ങനെ അവർ നേരെ ആ പട്ടാള ക്യാമ്പ് ലക്ഷ്യമാക്കി പോകുന്നു. അവിടെ കുറച്ച് മുതിർന്നൊരു മേലുദ്യോഗസ്ഥനെ ഡച്ച് കണ്ടുമുട്ടുന്നു. തങ്ങളുടെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിരുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററെയും ഞങ്ങളുടെ കുറച്ച് പട്ടാളക്കാരെയും കാണാതായിട്ടുണ്ട്. കൂടാതെ അടുത്തുള്ള വിയറ്റ്നാമിൻ്റെ അതിർത്തി പ്രദേശമായ ഫോറസ്റ്റിനുള്ളിൽ കുറച്ച് ഗൊറില്ലകൾ തമ്പടിച്ചതായി വിവരം ലഭിച്ചിരുന്നു. അവരാണ് മിനിസ്റ്ററെ തട്ടിക്കൊണ്ടുപോയതെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് നിന്നെയും നിന്റെ ടീമിൻ്റെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്, ആ മേലുദ്യോഗസ്ഥൻ ഡച്ചിനോട് പറയും. ഈ ഒരു മിഷന് വേണ്ടി ഞങ്ങളെ താങ്കളോട് നിർദ്ദേശിച്ചതാരാണെന്ന് ഡച്ച് അദ്ദേഹത്തോട് ചോദിക്കും. വേറാരുമല്ല, ഞാനാണ് നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ആ ശബ്ദം കേട്ട് ഡച്ച് തിരിഞ്ഞു നോക്കും. അത് വേറാരുമായിരുന്നില്ല, തൻ്റെ ഒരു പഴയ കൂട്ടുകാരനായിരുന്ന ഡിലോൺ ആയിരുന്നു അത്. പിന്നീട് അവർ കുറച്ചുനേരം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അതേസമയം ഡച്ച് ചോദിച്ചു, ഒരു റെസ്ക്യൂ ടീമായിട്ടും നീ എന്തിനാണ് നമ്മളെ ഈ മിഷന് വേണ്ടി നിർദ്ദേശിച്ചത്? ഇത്രയും മികച്ചൊരു ടീം എൻ്റെ അറിവിൽ വേറെയില്ല. ക്യാബിനറ്റ് മിനിസ്റ്ററെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കേ അതിന് സാധിക്കൂ എന്ന് ഡിലോൺ ഡച്ചിനോട് പറയും. പിന്നീട് ഡിലോനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡച്ചിൻ്റെ സംഘം കാണാതെ പോയ ഹെലികോപ്റ്റർ അന്വേഷിച്ച് ആ കാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവസാനമായി സിഗ്നൽ ലഭിച്ച ലൊക്കേഷൻ ലക്ഷ്യമാക്കി ആ നിഗൂഢമായ ഘോരവനത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മിനിസ്റ്റർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു കിടക്കുന്നത് അവർ കണ്ടെത്തുകയാണ്. ആ പ്രദേശത്ത് തന്നെയാണ് ഗൊറില്ലകൾ തമ്പടിച്ചിരിക്കുന്നത് എന്നൊരു വിവരവും ഇവർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ അവർ ആ തകർന്ന ഹെലികോപ്റ്ററും അതിൻ്റെ പരിസരങ്ങളും പരിശോധിക്കുകയാണ്. ഇതേ സമയം ഡച്ച് അവരുടെ കൂടെയുള്ള ബില്ലി എന്നു പേരുള്ള ഒരു കമാൻഡോയെ വിളിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഇവിടെ നിന്നും എന്തെങ്കിലും കണ്ടെത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തന്ത്രശാലിയായ ഒരു പട്ടാളക്കാരനായിരുന്നു ബില്ലി. വളരെ പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ബൂട്ടണിഞ്ഞ കുറച്ച് കാൽപ്പാടുകൾ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ആ ഗറില്ലകളുടേതാണെന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെന്ന് ബില്ലി ഡച്ചിനോട് പറയും. ശേഷം അവർ അവിടെ നിന്നും ആ ഗറില്ലകളെ അന്വേഷിച്ച് നീങ്ങാൻ തുടങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ബില്ലി വളരെ ഭീകരമായൊരു കാഴ്ച കാണുകയാണ്. എന്തെന്നാൽ വളരെ ക്രൂരമായി 3 ശവശരീരങ്ങൾ തൊലിയുരിച്ച് തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. മറ്റുള്ളവരും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ്. ശരീരത്തിലെ തൊലികളെല്ലാം പൂർണ്ണമായി ഉരിച്ചു കളഞ്ഞ് കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഇതേ സമയം ഡച്ചിന് അവിടെ നിന്നും കുറച്ച് ലോക്കറ്റുകൾ കിട്ടുകയാണ്. മിലിറ്ററിക്കാരുടെ കഴുത്തിലാണ് ഇന്ന് ലോക്കറ്റായിരുന്നു അത്. അതിലെഴുതിയ പേര് വായിച്ചതിന് ശേഷം ഡച്ച് പറയും, ഇവരൊക്കെ എനിക്കറിയാം, ഇത് ഹോപ്പറും അവരുടെ സംഘവുമാണ്. പക്ഷേ ഗറില്ലകൾ എന്തിനാണ് ഇവരെ ഇത്രയും ക്രൂരമായി കൊല്ലുന്നത്? ഡച്ച് ബില്ലിയോട് ചോദിക്കും, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ബില്ലി പറയും, ഇവിടെ ആക്രമണം നടന്നിട്ടുണ്ട്, ഈ പട്ടാൾക്കാർ വെടിയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ആരെയാണ് ആക്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കേട്ട് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഇതേ സമയം ഇവരെ മരത്തിനു മുകളിൽ നിന്നും ആരോ വീക്ഷിക്കുന്നതായി കാണിക്കുന്നു. പക്ഷേ അതൊരു മനുഷ്യനല്ല വീക്ഷിക്കുന്നതെന്ന് ആ ഒരു ദൃശ്യത്തിലൂടെ വ്യക്തമാണ്. കാരണം ഓരോരുത്തരുടെയും ശരീരത്തിലെ രക്തത്തിൻ്റെ താപമനുസരിച്ചാണ് അതിൻ്റെ കണ്ണിലൂടെ ദൃശ്യമാകുന്നത്. പിന്നീട് അവർ അവിടെ നിന്നും പോകുന്നു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ആ ഗറില്ലകളുടെ താവളം കണ്ടെത്തുകയാണ്. അവർ ഒളിഞ്ഞിരുന്ന് ഗറില്ലകളുടെ താവളം വീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ കുറച്ച് പട്ടാളക്കാരെയും അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും അവിടെ തമ്പടിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല.
പിന്നീട് ഡച്ചിൻ്റെ ആജ്ഞപ്രകാരം ശക്തമായൊരു ആക്രമണം തന്നെ അവിടെ നടക്കുകയാണ്. തന്ത്രപൂർവ്വം ആക്രമണത്തിലൂടെ അവിടെയുള്ളവരെയൊക്കെ ഡച്ചും സംഘവും കൊന്നൊടുക്കുന്നു. അതിനിടയിൽ പിന്നിലൂടെ ഡച്ചിനെ ആക്രമിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ ഡച്ച് അവിടെ അടിച്ചു വീഴ്ത്തുകയാണ്. അവളൊരു അക്രമകാരിയല്ലെന്ന് മനസ്സിലാക്കിയ ഡച്ച് അവളെ കൊല്ലാതെ വിടുകയും ചെയ്യുന്നു. അവളുടെ പേരാണ് അന്ന. പക്ഷേ അവിടമാകെ പരിശോധിച്ചിട്ടും അവിടെ നിന്നും മിനിസ്റ്ററെയും സംഘത്തെയും കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല അവർ കൊന്നൊടുക്കിയത് ഗറില്ലകൾ അല്ലെന്നും അതൊരു റഷ്യൻ മിലിറ്ററി സംഘമാണെന്നും ഡച്ചിനും സംഘത്തിനും പിന്നീട് മനസ്സിലാകുന്നു. ഇതിൽ പ്രകോപിതനായ ഡച്ച് ഡിലോന് നേരെ തിരിയുകയാണ്. നീ നമ്മളെ ചതിക്കുകയായിരുന്നു, എന്തിനായിരുന്നു നുണ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ഡിലോൺ പറയും, ഈ ഒരു മിഷൻ ചെയ്യാൻ നിന്നെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവർ നുഴഞ്ഞു കയറി നമ്മളെ ആക്രമിക്കുമായിരുന്നു. പിന്നീട് ഡിലോൺ ഡച്ചിനോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നമ്മൾ കണ്ട ആ ഹെലികോപ്റ്റർ ആരുടേതാണ്? അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, കൊന്നു കെട്ടിത്തൂക്കിയ കുറച്ചു പേരെ. അതായത് ഹെലികോപ്റ്റർ ഹോപ്പറും സംഘത്തിൻ്റെയും ആവാനാണ് സാധ്യത. അവരെ ആക്രമിച്ചതാരായിരിക്കും? ഡച്ച് ഡിലോനോട് ചോദിക്കും. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് ഡിലോൺ ഡച്ചിനോട് പറയുകയാണ്. ഈ സമയം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്ന് ഡച്ചിനോട് പറയും, കുറച്ച് ഗറില്ലകൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഇവിടെ എത്തുമെന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. എല്ലാം പാക്ക് ചെയ്യൂ, നമ്മൾക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകാമെന്ന് ഡച്ച് പറയും. ഇതേ സമയം അന്നയെയും കൂട്ടിക്കൊണ്ട് ഡിലോൺ അവിടേക്ക് വരും. നീ അവളെ ഇവിടെ ഉപേക്ഷിച്ചേക്ക്, അവളും ഗറില്ലകളിൽ പെട്ടതാവാനാണ് സാധ്യതയെന്ന് ഡച്ച് ഡിലോണോട് പറയും. അപ്പോൾ ഡിലോൺ പറയും, ഗറില്ലകളുടെ നീക്കങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇവളിലൂടെ അറിയാൻ സാധിച്ചേക്കും. ഡിലോൺ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നിയ ഡച്ച് പിന്നീട് അവളെയും അവരുടെ കൂടെ കൂട്ടുകയാണ്. എന്നിട്ടവർ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം തന്നെ നേരത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്ന അതേ ജീവി ഇവരെ പിന്നെയും പിന്തുടരുന്നതായി കാണിക്കുന്നു. ഈ സമയം അവരുടെ കൂടെയുള്ള മാക് എന്നൊരു കമാൻഡോ ഡിലോന്റെ ദേഹത്ത് കയറിയ ഒരു തേളിനെ ഒരു കത്തി ഉപയോഗിച്ച് കുത്തി നിലത്തേക്കിടും. ഇതൊക്കെ ആ ജീവി വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ അവർ എന്താണ് നിലത്തിട്ടതെന്ന് നോക്കാൻ ആ ജീവി താഴേക്കിറങ്ങി വന്ന് ആ തേളിനെ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ഭാഷയൊന്നും ആ ജീവിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നതൊക്കെ ആ ജീവി വളരെ വ്യക്തമായി വീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ഡച്ചും കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലിയാണ് ഇവരെ നയിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബില്ലി പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ എന്തോ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇത് കണ്ട് ഡച്ച് മാക്കിനോട് ചോദിക്കും, എന്തിനാണ് അവൻ അവിടെ നിന്നത്? അപ്പോൾ മാക്ക് പറയും, അവനിവിടെ എത്തിയതു മുതൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അധികം ആരോടും സംസാരിക്കുന്നുമില്ല. അവൻ്റെ ശ്രദ്ധ വേറെന്തിലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ തന്ത്രശാലിയായ ഒരു ഓഫീസറായിരുന്നു ബില്ലി. എന്തും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പെട്ടെന്ന് തന്നെ ഡച്ച് ബില്ലിയുടെ അടുത്ത് പോയി ചോദിക്കും, എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് പ്രശ്നം? ബില്ലി പെട്ടെന്ന് ഞെട്ടലോടെ ഡച്ചിനോട് പറയും, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കാട്ടിനുള്ളിൽ മനുഷ്യരല്ലാത്ത വേറെന്തോ ഒന്നുണ്ട്. ഇവർ പറയുന്നതൊക്കെ ആ ജീവി ദൂരെ നിന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവരുടെയൊക്കെ ശ്രദ്ധ അല്പം മാറിയെന്ന് മനസ്സിലാക്കിയ അന്ന ഇവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്. ഇത് കണ്ട് അവരുടെ കൂടെയുള്ള ഒരു പട്ടാളക്കാരൻ അവളെ പിടിക്കാനായി പിറകെ പോകും. ഇതൊക്കെ ആ ജീവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ജീവി അവരുടെ പിറകെ പോയി ആ പട്ടാളക്കാരനെ വെട്ടിക്കേറി കൊല്ലുകയാണ്. ഇത് കണ്ട് അന്ന പേടിച്ച് കരയാൻ തുടങ്ങി. പിറകെ ഓടിയെത്തിയ ഡച്ചും കൂട്ടരും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അവർ അവിടെ കണ്ടത് അവൻ്റെ കുടലിലെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് അവൻ്റെ ശവശരീരത്തിനു വേണ്ടി അവർ അവിടമാകെ തിരച്ചിൽ നടത്തുകയാണ്. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലുള്ളതിനാൽ ചിത്രത്തിൻ്റെ ബാക്കി കഥ അടുത്ത ഭാഗത്തിൽ തുടരുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ ബൈ.